ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പീക്ക് ടൈം ലേണേഴ്സ്. LBS MC എൻട്രൻസ് എക്സാമിനേഷൻ 2025 കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട്സ് ഒക്കെ വന്നു. ഇപ്പോൾ MC അഡ്മിഷൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ടായിട്ടുണ്ട്. 11th ജൂലൈ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് നമുക്ക് 14th ജൂലൈ വരെ ഓപ്ഷൻസ് ഒക്കെ കൊടുക്കാൻ പറ്റും. ഓപ്ഷൻസ് എങ്ങനെ കൊടുക്കണം, പിന്നെ ഓപ്ഷൻസ് കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഇമ്പോർട്ടൻറ്റ് തിങ്സ് ഒക്കെ എന്തൊക്കെയാണ് എന്ന് ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. ആൻഡ് രജിസ്ട്രേഷൻ 2024ൻ്റെയും 2025ൻ്റെയും പ്രൊസീജിയർ എല്ലാം സെയിം ആണ്. അപ്പോൾ 24ൻ്റെ ഡെമോ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ കൊടുത്ത സ്റ്റുഡൻസ് ആണ് പറഞ്ഞത് 2 ഇയറിൻ്റെയും എല്ലാം ഓൾമോസ്റ്റ് സെയിം ആണെന്ന്. അപ്പോൾ ആ ഡെമോ വീഡിയോയും കൂടെ ഇതിൽ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം, അല്ലെങ്കിൽ പേഴ്സണലി DM ചെയ്താലും മതി. എങ്ങനെയാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഡെമോ വീഡിയോ നോക്കാം. അപ്പോൾ നമ്മൾ LBS സെൻറ്റർ അതിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ പോയിട്ട് മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയിട്ട് ലോഗിൻ ചെയ്യാം. യൂസർ ID ആൻഡ് പാസ്വേഡ് വെച്ചിട്ട് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ടോപ്പ് കോർണറിൽ ഇങ്ങനെ 3 ലൈൻസ് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യണം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ കോളേജ് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട് സെക്കൻഡിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യണം. ഇത് നമുക്ക് മൊബൈൽ ഫോൺ ആൻഡ് ലാപ്ടോപ്പ് 2 വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ അത് വെച്ചിട്ട് ചെയ്യാം. നോർമലി മൊബൈൽ വ്യൂ ആയിരിക്കത്തില്ലേ, ഞാൻ ഇപ്പോൾ ഇത് വെച്ചിരിക്കുന്നത് ഡെസ്ക്ടോപ്പ് വ്യൂ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വ്യൂ വേണമെങ്കിൽ ഈ റൈറ്റ് സൈഡ് ടോപ്പ് കോർണറിൽ 3 ലൈൻസില്ലേ, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ബിക്കോസ് ഇതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ. ബിക്കോസ് മൊബൈൽ വ്യൂ ആണെങ്കിൽ നമുക്കിങ്ങനെ ഫുള്ളായിട്ട് കാണാൻ പറ്റത്തില്ല. താഴെ ആയിരിക്കും എല്ലാം വരുന്നത്. ഇപ്പോൾ ഡെസ്ക്ടോപ്പ് വ്യൂ ആണെങ്കിൽ ഒറ്റ ഇതിൽ നമുക്ക് എല്ലാം തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ബെസ്റ്റ് വ്യൂ. സോ ഈ വ്യൂവിലോട്ട് ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുക. അപ്പോൾ നമുക്ക് മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ടും ചെയ്യാൻ പറ്റും. ഇതെടുക്കുമ്പോൾ നമുക്ക് കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു വിൻഡോ ഓപ്പണായി വരും. ഇതിൽ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് താഴെ ഓരോ കോളേജ്, പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ കോഴ്സോ സീറ്റ് ടൈപ്പ് ഉണ്ട്, പിന്നെ അതിൻ്റെ ഓപ്ഷനിൽ പ്ലസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കോളേജസിൻ്റെ അടുത്തുള്ള പ്ലസ് ക്ലിക്ക് ചെയ്യാം. പ്ലസ് ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത കോളേജസിൻ്റെ ലിസ്റ്റൊക്കെ വരും. അതിൽ പോയിട്ട് നമുക്ക് ഓപ്ഷൻസ് ഒക്കെ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ആൻഡ് സേവ് കൊടുക്കണം. ഓരോ ടൈം നമ്മൾ ഈ പ്ലസ് കൊടുക്കുമ്പോഴും അപ്ഡേറ്റ് ആൻഡ് സേവ് കൊടുക്കണം. സോ ഇപ്പോൾ നോക്കാം, ഇതിൽ മൊത്തം 55 കോളേജസിൻ്റെ ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഏത് കോളേജാണോ വേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ പ്ലസ് കൊടുത്തപ്പോൾ ഇവിടെ ഈ കോഴ്സ് വന്നു. പ്രിഫറൻസ് 1 ആണ്. കോളേജിൻ്റെ നെയിമുണ്ട്. അപ്പോൾ ഇത് കൊടുത്തിട്ട് അപ്ഡേറ്റ് ആൻഡ് സേവ് കൊടുക്കണം. അത് ഓക്കെ ആവും. പിന്നെ അടുത്ത് നമുക്ക് സെക്കൻഡ് ഏത് കോളേജാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യാം. ഞാൻ ഇപ്പോൾ സെക്കൻഡ് കോളേജ് സെലക്ട് ചെയ്തു. സെക്കൻഡ് കോളേജ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ കോളേജിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വരും. അത് കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് അപ്ഡേറ്റ് ആൻഡ് സേവ് കൊടുക്കണം. പിന്നെ നമുക്ക് ഇതുപോലെ എത്ര ഓപ്ഷൻസ് വരെ വേണോ അത്ര ഓപ്ഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഇതിൽ 3 കോളേജസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ അപ്ഡേറ്റ് ആൻഡ് സേവ് നിങ്ങൾക്ക് എത്ര കോളേജ് വേണമെങ്കിലും കൊടുക്കാം. അപ് ടു 20 കോളേജിൻ്റെ ഓപ്ഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതിൽ 3 കോളേജിൻ്റെ ലിസ്റ്റാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏതൊക്കെ കോളേജ് വേണോ അതിൻ്റെയൊക്കെ ഇത് കൊടുക്കാം. പിന്നെ ഇപ്പോൾ പ്രയോറിറ്റി വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതിൽ ഇപ്പോൾ നമ്പർ കാണുന്നില്ലേ, ഇപ്പോൾ ഫസ്റ്റ് ഉള്ള കോളേജ്, ഇപ്പോൾ എനിക്ക് RITക്കാണ് ഫസ്റ്റ് പ്രിഫറൻസ് വേണമെങ്കിൽ ഈ 2 ഞാൻ ക്യാൻസൽ ചെയ്തിട്ട് 1 ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ 1 ഉള്ള സ്ഥലത്ത് 2 or 3 കൊടുക്കാം. അങ്ങനെ നമുക്ക് പ്രയോറിറ്റീസ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ എല്ലാ കോളേജും സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ സബ്മിറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ മതി. ഓപ്ഷൻ 1 സബ്മിറ്റഡ് കനോട്ട് ബി അപ്ഡേറ്റഡ്. അപ്പോൾ നിങ്ങൾ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഈ ഓപ്ഷൻസിൽ ഒരു ചേഞ്ചസും നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ നമുക്ക് ഓർഡർ വേണമെങ്കിൽ മാറ്റി വയ്ക്കാം, പ്രയോറിറ്റീസ് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ബട്ട് പുതിയ ഓപ്ഷൻസ് ഒന്നും ആഡ് ചെയ്യാൻ പറ്റത്തില്ല. സോ നിങ്ങൾക്ക് എത്ര കോളേജസ് വേണോ അതെല്ലാം നിങ്ങൾക്ക് കൊടുക്കാം. പിന്നെ ഫസ്റ്റ് നിങ്ങൾ ഏത് കോളേജാണോ പ്രിഫർ ചെയ്യുന്നത് ആ കോളേജ് മാത്രം ഫസ്റ്റായിട്ട് കൊടുത്താൽ മതി. ബാക്കിയെല്ലാം അതിൻ്റെ താഴെ കൊടുക്കുക. അപ്പോൾ ഇത് ഞാൻ ഓക്കെ കൊടുക്കുന്നു. ഓക്കെ,
സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് വന്നു. അത് ഓക്കെ കൊടുക്കാം. ഓക്കെ കൊടുക്കുമ്പോൾ ഇതിൽ യുവർ പ്രിഫറൻസ് ലിസ്റ്റ് ഫോർ ദി അലോട്ട്മെൻറ്റ് എന്നൊരു ഓപ്ഷനുണ്ട്. പിന്നെ അതിൽ കോളേജ് ലിസ്റ്റുണ്ട്. ഫസ്റ്റ് പ്രിഫറൻസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം, സെക്കൻഡ്, തേർഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്ത കോളേജസിൻ്റെ നെയിം ആൻഡ് പ്രിഫറൻസ് ഉണ്ട്. ആൻഡ് ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് കൊടുത്താൽ ഡൗൺലോഡായി കിട്ടും. ഡൗൺലോഡ് ചെയ്ത് ഈ ഒരു PDF സേഫ് ആയിട്ട് വെക്കണം. ബിക്കോസ് ഫ്യൂച്ചറിൽ അഡ്മിഷൻ ടൈമിൽ നമുക്ക് ചിലപ്പോൾ ഇത് ആവശ്യം വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഡെമോ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സിന് നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്